പഞ്ചായത്ത് ഭരണത്തിൽ കക്ഷി രാഷ്ട്രീയമില്ലെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ്. വേലൂർ പഞ്ചായത്തിന്റെ പുതിയ ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിച്ച് കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ച് AC മൊയ്തീൻ MLA. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ വീണ്ടും പുലി ഇറങ്ങി. പുലിയുടെ ആക്രമണത്തിൽ പശുക്കിടാവ് ചത്തു. പേരാമ്പ്രയിൽ വൻ സ്പിരിറ്റ് വേട്ട. മിനി ലോറിയിൽ പച്ചക്കറികളുടെ കൂടെ ഒളിപ്പിച്ച് കടത്തുകയായിരുന്ന 2765 ലിറ്റർ സ്പിരിറ്റ് പോലീസ് പിടികൂടി. ഡ്രൈവർ ആലപ്പുഴ സ്വദേശി സുരാജ് കസ്റ്റഡിയിൽ. കുന്നംകുളത്ത് ചേംബർ ഓഫ് കൊമേഴ്സ് കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നഷ്ടം. തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് എന്ന പ്രാഥമിക നിഗമനം. മാള സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങൾക്കെതിരെ പോലീസ് കേസെടുത്തു. 10 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാറുടെ പരാതിയിലാണ് കേസ്. കുന്നംകുളത്ത് നടന്നുവന്ന തൃശൂർ ജില്ലാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. 152 പോയിന്റുമായി മച്ചാട് സ്പോർട്സ് ഗ്രിഡ് അത്ലറ്റിക്സ് അക്കാദമി ഓവറോൾ ചാമ്പ്യന്മാരായി. തൃശൂർ ആൻഡോസ് അക്കാദമിക്ക് 2ാം സ്ഥാനം. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. ആധുനിക രീതിയിൽ നിർമ്മിച്ച വേലൂർ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് നിർവഹിച്ചു. 4 കോടി രൂപയോളം ചെലവഴിച്ചാണ് പുതിയ ഓഫീസ് മന്ദിരം യാഥാർത്ഥ്യമാക്കിയത്. പഞ്ചായത്ത് ഭരണസമിതിയിൽ കക്ഷി രാഷ്ട്രീയവും പ്രതിപക്ഷവുമില്ലെന്നും വികസന പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നും മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു. അതിവേഗത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത്. ആധുനിക ഡിജിറ്റൽ സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തി ജനങ്ങൾക്കാവശ്യമായ സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കാനുള്ള പദ്ധതികൾക്ക് സർക്കാർ രൂപം നൽകിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ സർവേ റിപ്പോർട്ടനുസരിച്ച് ശുചിത്വത്തിൽ ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളിൽ ഒരെണ്ണം കേരളമാണ്. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം മാലിന്യമുക്ത നവകേരളത്തിന് മുതൽക്കൂട്ടാണെന്നും മന്ത്രി പറഞ്ഞു. കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരെയും യോജിപ്പിച്ച് അഭിമാനകരമായ രീതിയിൽ പ്രവർത്തനം നടത്തിയ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെയും പ്രസിഡന്റിനെയും ഞാൻ സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി കൃത്യമായി അഭിനന്ദിക്കുകയാണ്. നമ്മുടെ നാട്ടിലാകെ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ കൊണ്ടുണ്ടായിട്ടുള്ള വികസന രംഗത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ്. ആ മാറ്റം സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും എല്ലാം ചേർന്ന് നടത്തിയ ജനങ്ങളുടെ പിന്തുണയോടെ നടത്തിയ പ്രവർത്തനത്തിന്റെ ഫലമാണ്. AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിച്ചു. ലൈഫ് മിഷൻ പദ്ധതിയുടെ താക്കോൽദാനം വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി, സെക്രട്ടറി TP സിന്ധു, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ AV വല്ലഭൻ, ജലീൽ ആദൂർ, വേലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ S ബസന്തലാൽ, മീന സാജൻ, PI രാജേന്ദ്രൻ, ES രേഷ്മ, ചിത്ര വിനോഭാജി, രേഖ സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, എരുമപ്പെട്ടി. വേലൂർ പഞ്ചായത്തിന്റെ പുതിയ ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കോൺഗ്രസ് ബഹിഷ്കരിച്ചു. തനത് ഫണ്ട് വകമാറ്റി പഞ്ചായത്ത് ഓഫീസ് നിർമ്മിച്ചതിനാലായിരുന്നു പ്രതിഷേധം. ഉദ്ഘാടന വേദിയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ച് വേലൂർ ഹൈസ്കൂൾ പരിസരത്ത് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. വേലൂർ പഞ്ചായത്തിന്റെ ഉൾപ്പെടെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ടുകൾ വെട്ടിച്ചുരുക്കുക എന്നുള്ളതാണ്. ആ ഫണ്ടുകൾ വെട്ടിച്ചുരുക്കുമ്പോൾ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ നിശ്ചലമാകുന്നു. ഇവിടെ ഇരുട്ടടി പോലെ ഈ പഞ്ചായത്ത് കെട്ടിടം ഉദ്ഘാടനത്തിലേക്ക് വകമാറ്റി ചെലവഴിക്കുമ്പോൾ ഇരുട്ടടി പോലെ ഇവിടുത്തെ വാർഡുകളുടെ വികസനവും പിന്നോട്ടടിക്കുന്ന കാഴ്ചയും വേലൂർ പഞ്ചായത്തിൽ കാണാൻ കഴിയും. കരുവന്നൂരല്ല വേലൂരാ, നിങ്ങൾക്കിവിടെ മാപ്പില്ല. വീടിന്റെ ഉദ്ഘാടനം അപ്പുറത്തെ വീട്ടിലെ കാരണവർ വന്ന് ചെയ്യുന്നത് പോലെയാണ് ഇത് വേലൂരിലെ കയ്യൂരിൽ കതിവല്ലൂരിൽ. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഫ്രെഡി ജോൺ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി ബിജോയ് ബാബു, ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് സ്വപ്ന രാമചന്ദ്രൻ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ PP രാമചന്ദ്രൻ, PP യേശുദാസ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK ശ്യാംകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വേലൂർ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം ഉദ്ഘാടന സമയത്ത് പ്രതിഷേധ മാർച്ച് നടത്തിയ കോൺഗ്രസിനെതിരെ MLA AC മൊയ്തീന്റെ രൂക്ഷ വിമർശനം. പഞ്ചായത്ത് ഓഫീസ് നിർമ്മിച്ചത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഇതിനെതിരെ ഒരു ആക്ഷേപവും ഇതിനു മുൻപ് കോൺഗ്രസ് ഉന്നയിച്ചിരുന്നില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് കോൺഗ്രസ് അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുന്നത്. നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നതാവരുത് രാഷ്ട്രീയ പ്രവർത്തനമെന്നും AC മൊയ്തീൻ പറഞ്ഞു.
അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ പുലിയുടെ ആക്രമണത്തിൽ പശുക്കിടാവ് ചത്തു. വെറ്റിലപ്പാറ 14 പുതിയടൻ സുരേന്ദ്രന്റെ 1.5 വയസ്സ് പ്രായമുള്ള പശുക്കിടാവാണ് തൊഴുത്തിൽ ചത്തുകിടക്കുന്നത് കണ്ടത്. ശരീരത്തിന്റെ പകുതിയിലേറെ ഭാഗം ഭക്ഷിച്ച നിലയിലുമായിരുന്നു. കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷൻ അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പേരാമ്പ്രയിൽ മിനി ലോറിയിൽ പച്ചക്കറികളുടെ കൂടെ ഒളിപ്പിച്ചു കടത്തുകയായിരുന്ന 2765 ലിറ്റർ സ്പിരിറ്റ് പോലീസ് പിടികൂടി. ഡ്രൈവർ ആലപ്പുഴ സ്വദേശി സുരാജിനെ കസ്റ്റഡിയിലെടുത്തു. ഡാൻസ് ഓഫ് സ്ക്വാഡും കൊടകര പോലീസും ചേർന്നാണ് സ്പിരിറ്റ് പിടികൂടിയത്. തമിഴ്നാട്ടിൽ നിന്ന് എറണാകുളം ഭാഗത്തേക്ക് മിനി ലോറിയിൽ കൊണ്ടുപോകുകയായിരുന്ന സ്പിരിറ്റ് ദേശീയപാതയിൽ നിർമ്മാണം നടക്കുന്ന അടിപ്പാതയ്ക്ക് സമീപത്താണ് പോലീസ് പിടിയിലായത്. ഓണക്കാലം ലക്ഷ്യമിട്ട് വ്യാജ മദ്യനിർമ്മാണത്തിനാണ് സ്പിരിറ്റ് കടത്താൻ ശ്രമിച്ചത്. 35 ലിറ്റർ വീതമുള്ള 79 കന്നാസുകളിലാക്കിയാണ് പച്ചക്കറി ലോറിയിൽ സ്പിരിറ്റ് ഒളിപ്പിച്ചിരുന്നത്. തൃശൂർ പുല്ലഴിയിൽ എക്സൈസ് നടത്തിയ പരിശോധനയിൽ 3.5 ഗ്രാം മെത്താഫെറ്റമിൻ, 10 ഗ്രാം കഞ്ചാവ് എന്നിവ പിടികൂടി. സംഭവത്തിൽ എളവള്ളി സ്വദേശി അരുൺ അറസ്റ്റിലായി. ഒപ്പമുണ്ടായിരുന്ന പുറനാട്ടുകര സ്വദേശി തട്ടിൽ വീട്ടിൽ മെൽജോയ്ക്ക് വേണ്ടി അന്വേഷണം തുടരുന്നു. എക്സൈസ് ഇൻസ്പെക്ടർ കെ സുധീർ, ഓഫീസർമാരായ രഞ്ജിത്ത്, KR ബിജു, TR ഷൈജു എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. കുന്നുകുളം യേശുദാസ് റോഡിലുള്ള ചേംബർ ഓഫ് കോമേഴ്സിന്റെ കെട്ടിടത്തിലെ പ്രധാന AC ഹാൾ കത്തിനശിച്ചു. ഷോർട്ട് സർക്യൂട്ട് എന്ന് പ്രാഥമിക നിഗമനം. മുകളിലെ സീലിംഗും കസേരകളും സെൻട്രലൈസ്ഡ് ACയും ഫാനുകളും പ്രൊജക്ടറും ടൈലുകളും അഗ്നിക്കിരയായി. മുറിയുടെ ഗ്ലാസ് ഡോറുകളും പൊട്ടിത്തെറിച്ചു. 1-ാം നിലയിലെ വലിയ ഹാളാണ് കത്തിയത്. പുലർച്ചെ ഹാളിൽ നിന്നും പുക ഉയരുന്നത് കണ്ട ആളുകളാണ് വിവരം പുറത്തറിയിച്ചത്. ചേംബർ ഓഫീസിലേക്ക് മറ്റ് ഹാളുകളിലേക്കോ തീ പടർന്നിട്ടില്ല. വിവാഹങ്ങൾ, വലിയ സമ്മേളനങ്ങൾ ഉൾപ്പെടെയുള്ള പരിപാടികൾ നടക്കുന്ന ഹാളാണ് കത്തിയത്. ഭൂമിക്ക് അധിക വില ഈടായി സ്വീകരിച്ച് 10 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാറുടെ പരാതിയിൽ മാള സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങൾക്കെതിരെ പോലീസ് കേസെടുത്തു. ബാങ്ക് മുൻ പ്രസിഡന്റ് AR രാധാകൃഷ്ണൻ ഉൾപ്പെടെ 21 പേർക്കെതിരെയാണ് മാള പോലീസ് കേസെടുത്തത്. വഴിയില്ലാത്ത സ്ഥലവും നെൽവയലും കൂടിയ വിലയ്ക്ക് ഈടുവെച്ച് വായ്പ നൽകിയെന്നാണ് പരാതി. 2006 ഒക്ടോബർ 7 മുതൽ 2024 ജനുവരി 21 വരെയുള്ള കാലയളവിൽ 10,7,69,991 രൂപ ബാങ്കിന് നഷ്ടം വരുത്തിയെന്ന് ജോയിന്റ് രജിസ്ട്രാർ നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. തൃശൂർ ജില്ലാ അത്ലറ്റിക്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കുന്നുകുളം GHS സിന്തറ്റിക് ട്രാക്കിൽ 4 ദിവസമായി നടന്നുവന്ന 69ാമത് തൃശൂർ ജില്ലാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. 152 പോയിന്റുമായി മച്ചാട് സ്പോർട്സ് ഗ്രിഡ് അത്ലറ്റിക്സ് അക്കാദമി ഓവറോൾ ചാമ്പ്യന്മാരായി. 116 പോയിന്റോടെ തൃശൂർ ആൻഡോസ് അക്കാദമി 2ാം സ്ഥാനവും 94 പോയിന്റോടെ പൂങ്കുന്നം പാറമേക്കാവ് വിദ്യാമന്ദിർ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. തൃശൂർ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ, പ്രവീൺ ചിറയത്ത് തുടങ്ങിയവർ സമ്മാനദാനം നിർവഹിച്ചു. യോഗത്തിൽ ജില്ലാ അത്ലറ്റിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് EU രാജൻ അധ്യക്ഷത വഹിച്ചു. ആദിപോട്ടെ ഒപ്പം പിടിച്ച് പോ. ഇടവേള. ആടി സെയിലാ പോണ്ടേ? നമ്മൾ പോയി വാങ്ങിയില്ലേ സാരിയും ചുരിദാറൊക്കെ? അത് ഡ്രസ്സിന്റെ, ഇത് ഗോൾഡിന്റെയാ. ആദ്യത്തെ ജ്വല്ലറി ആടി സെയിലുമായി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബിഗ് ആടി സെയിൽ. സെലക്ടഡ് ആഭരണങ്ങളുടെ പണിക്കൂലി കസ്റ്റമേഴ്സിന് സ്വയം തീരുമാനിക്കാം. ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി സൗജന്യം. വിവാഹ പാർട്ടികൾക്ക് 1% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. ലക്ഷ്മിക്കുട്ടി, ഇതെന്റെ പഠനത്തിനായിട്ട് അമ്മ വെക്കാൻ തന്നത്. ഞാനിത് ജുവലറൊക്കെ കൊണ്ട് പണയം വെച്ചു. അവിടെ ആവുമ്പോ കുറഞ്ഞ പലിശയ്ക്ക് കൂടുതൽ പണം കിട്ടും. വിശ്വസിക്കാൻ ഒരു പാരമ്പര്യമുണ്ട്. ജുവൽ റോക്ക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, കേരള, തമിഴ്നാട്. വാർത്തകളിലേക്ക്.
ആമ്പല്ലൂരിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന ഭാഗത്തെ സർവീസ് റോഡിൽ കാന നിർമ്മാണം കൂടി ആരംഭിച്ചതോടെ ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. തൃശൂർ ചാലക്കുടി ഭാഗത്തേക്കുള്ള സർവീസ് റോഡിലാണ് കാന നിർമ്മാണം നടക്കുന്നത്. വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായാണ് കാന പൊളിച്ചുപണിയാൻ ആരംഭിച്ചത്. 2-3 വരികളിലായി പോയിരുന്ന വാഹനങ്ങൾ ഒറ്റവരിയായി മാറിയതോടെ വാഹനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്ന അവസ്ഥയിലാണ്. ആംബുലൻസുകൾ അടക്കം കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമാണ്. 2 ദിവസമായി തുടരുന്ന യാത്രാ ദുരിതത്തിന് പരിഹാരമാകാത്തതിൽ പ്രതിഷേധത്തിലാണ് യാത്രക്കാർ. ആമ്പല്ലൂരിലെ അടിപ്പാത നിർമ്മാണം നടക്കുന്നതിനിടെ മഴ കൂടി പെയ്തതോടെ ആമ്പല്ലൂർ പരിസരങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു. ഇതിന് പരിഹാരമായാണ് സർവീസ് റോഡിലെ കാനകൾ പൊളിച്ചുപണിയുന്നത്. ഭാര്യയെ മർദ്ദിച്ച സംഭവത്തിൽ കടങ്ങോട് പഞ്ചായത്ത് ആദൂർ വാർഡ് മെമ്പറും CPM നേതാവുമായ PA മുഹമ്മദ് കുട്ടിക്കെതിരെ പോലീസ് കേസെടുത്തു. ശാരീരികമായും മാനസികമായും തന്നെ നിരന്തരം പീഡിപ്പിക്കുന്നുവെന്ന് ഭാര്യ നബീസയുടെ പരാതിയിൽ ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള വകുപ്പ് ചേർത്താണ് എരുമപ്പെട്ടി പോലീസ് കേസെടുത്തിട്ടുള്ളത്. സംഭവത്തെ തുടർന്ന് CPM ആദൂർ ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്ന മുഹമ്മദ് കുട്ടിയെ തലസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുകയും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ജൂലൈ 31-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ആദൂരിൽ പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്കിലെ താൽക്കാലിക സ്വീപ്പർ ജീവനക്കാരിയായിരുന്നു നബീസ. ജോലിക്ക് പോകുന്നതിനിടയിൽ റോഡിൽ വെച്ചാണ് മുഹമ്മദ് കുട്ടി മർദ്ദിച്ചത്. ഒരാളില്ലാത്ത വിജനമായ സ്ഥലത്ത് മരങ്ങളാണ് 2 സൈഡിലും. ഒരു പുറത്ത് കുണ്ട് ഇങ്ങനെ കുഴിയൊക്കെ ഉണ്ട്. എന്നോട് എടി അവിടെ നിൽക്കടി പറഞ്ഞിട്ട് എൻ്റെ പുറകെ ഓടി വരികയാണ് ഇയാൾ. ഓടി വന്നത് ഇയാൾ എനിക്ക് തിരിഞ്ഞു നോക്കാൻ പോലും സമയം കിട്ടാതെ ഇയാൾ എന്നെ ചവിട്ടി താഴ്ത്തിയിട്ടു. ഞാൻ തറയിൽ വീണപ്പോൾ എനിക്ക് നീക്കാൻ പറ്റില്ല. നീക്കാനോട് കൂടി ഇയാൾ എൻ്റെ വാരിയലിലോട് കൂട്ടി ചവിട്ടി, മുഖത്തോട്ടും ചവിട്ടി. പിന്നെ ഇയാൾ കയ്യിൽ എന്താണെന്നൊന്നും എനിക്കറിയില്ല. നല്ല ഞാൻ എൻ്റെ മുതുകിലടിച്ചപ്പോൾ എനിക്ക് ശ്വാസം കിട്ടണില്ല. ഉള്ള ശ്വാസം വെച്ചിട്ട് അപ്പോൾ ആൾക്കാരും വണ്ടികളും പോകുന്നുണ്ട്. ആൾക്കാർ നിൽക്കും. ഞാനൊന്ന് ഇയാൾ എന്നെ മർദ്ദിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഈ കൈ കൊണ്ട് പൊട്ടിച്ച് തിരിച്ചിട്ട് പറഞ്ഞു, ഇയാളിൻ്റെ ഇവളുടെ ഭർത്താവാണ് ഞാൻ പറഞ്ഞു. അയാൾ എന്നെ വിടാതെ പിന്നെ അടിക്കുമ്പോൾ ആൾക്കാർ പറഞ്ഞു, നിങ്ങളൊരു മെമ്പറല്ല, എങ്ങനെ ചെയ്യാൻ പാടില്ലോ, വഴിയിലിട്ടിട്ട് ആ കുട്ടീനെ എങ്ങനെ ചെയ്യാൻ പാടുമോ ചോദിച്ചു. അപ്പോൾ ഇയാൾ എന്നെ വിട്ടു. വേറൊരാൾ അയാളിനെ കൂട്ടി പിടിച്ച് നിർത്തി. നിങ്ങൾ പോയിക്കോ താത്ത, ഇയാൾ നിങ്ങളെ പുറകെ വരില്ല പറഞ്ഞിട്ട് എന്നെ ബാങ്കിലേക്ക് വിട്ടു. മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കത്തിൽ ഇരിങ്ങാലക്കുട 2 പേർക്ക് കുത്തേറ്റു. വെള്ളിയാഴ്ച രാത്രിയിലാണ് സംഭവം. ബന്ധുക്കൾ തമ്മിലുള്ള മദ്യപാനത്തിനിടെ തർക്കം നടക്കുകയും കത്തിക്കുത്തിൽ എത്തുകയുമായിരുന്നു. ഇരിങ്ങാലക്കുട കനാൽ ബേസ് സ്വദേശികളായ അരിക്കാട്ടുപറമ്പിൽ വീട്ടിൽ ഹിരേഷ്, സന്ദീപ് എന്നിവർക്കാണ് കുത്തേറ്റത്. പോലീസ് എത്തി ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നുകുളം തെക്കേപ്പുറത്ത് കടന്നൽ കുത്തേറ്റ് 2 പേർക്ക് പരിക്ക്. വാഴപ്പള്ളി വീട്ടിൽ ചന്ദ്രൻ, ആന്ധ്ര സ്വദേശി വസന്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. ചന്ദ്രന്റെ പറമ്പിലെ മരം മുറിക്കുന്നതിനിടയിലാണ് സംഭവം. ഇരുവരെയും കുന്നുകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പാലിയേക്കര മണലി പാലത്തിന് സമീപം KSRTC ബസും കാറും കൂട്ടിയിടിച്ചു. ശനിയാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന കാർ KSRTC ബസിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ ബസ്സിലിടിക്കുകയായിരുന്നു. തുടർന്ന് നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിൽ സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡിലിടിച്ച് റോഡിന് എതിർവശത്തേക്ക് തിരിഞ്ഞു. കോട്ടയത്ത് നിന്ന് സുൽത്താൻ ബത്തേരിക്ക് പോയിരുന്ന സൂപ്പർഫാസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ പോലീസ് മാറ്റിയിടാത്തതിനെ തുടർന്ന് ദേശീയപാതയിൽ പുതുക്കാട് വരെ വാഹനങ്ങളുടെ നിര നീണ്ടു. 2 മണിക്കൂറോളം ദേശീയപാതയിൽ ഗതാഗതം സ്തംഭിച്ചു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ തമിഴ്നാട് സ്വദേശിനിയുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച സ്ത്രീയെ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ ആറങ്ങോട്ടുകര മച്ചാട്ടുപറമ്പിൽ വസന്തയെയാണ് ടെമ്പിൾ SI പ്രീത ബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. മെയ് 3-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ക്ഷേത്ര ദർശനത്തിന് മുൻപ് ദേവസ്വം കംഫർട്ട് സ്റ്റേഷനിൽ കുളിക്കാനെത്തിയതായിരുന്നു തമിഴ്നാട് സ്വദേശിനി. പുറത്തുവച്ചിരുന്ന ബാഗിൽ നിന്ന് 4 പവന്റെ ആഭരണങ്ങൾ മോഷ്ടിച്ച് പ്രതി കടന്നുകളയുകയായിരുന്നു. CCTV കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് വസന്ത പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കേരള ആരോഗ്യ സർവകലാശാല നടത്തിവരുന്ന ക്വാളിറ്റി അഷ്വറൻസ് സിസ്റ്റം അക്രഡിറ്റേഷനിൽ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ഏറ്റവും ഉയർന്ന റാങ്കായ A+ ഗ്രേഡ് കരസ്ഥമാക്കി. കോളേജിന്റെ പ്രവർത്തനം, ഗുണമേന്മ, പഠന നിലവാരത്തിലുള്ള വളർച്ച, ഭൗതിക സാഹചര്യങ്ങൾ എന്നിവ വിലയിരുത്തിയാണ് അംഗീകാരം. കേരള ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ IQAC പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മാർ കുര്യാക്കോസ് ക്ലെമീസ് മെത്രോപൊലിത്ത, ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ MA ആൻഡ്രൂസ്, ആശുപത്രി ഡയറക്ടർ ഫാദർ റെന്നി മുണ്ടൻ, കുര്യൻ തുടങ്ങിയവർ സംസാരിച്ചു.
യൂണിവേഴ്സിറ്റി കൊടുക്കുന്നത് യൂണിവേഴ്സിറ്റിക്ക് അറിയാം. 37 സ്ഥാപനങ്ങൾക്ക് നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ചേർപ്പ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് ചേർപ്പ് സർവീസ് സഹകരണ ബാങ്ക് കസേരകൾ നൽകി. ബാങ്ക് പ്രസിഡന്റ് CN ഗോവിന്ദൻകുട്ടി ആശുപത്രി സൂപ്രണ്ട് KT സുജയ്ക്ക് കസേരകൾ കൈമാറി. ചടങ്ങിൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് പ്രദീപ് വലിയങ്ങോട്, ലതാ സുരേന്ദ്രൻ, സെക്രട്ടറി MS രേഖ, AJ ആന്റോ തുടങ്ങിയവർ സംബന്ധിച്ചു. തകർച്ചയുടെ വക്കിലെത്തിയ ജീവിതം കെട്ടിപ്പടുക്കാനായി പൂക്കൾ വിൽപ്പന നടത്തുകയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ദമ്പതികൾ. 12 വർഷത്തോളമായി റാണിയും ഭർത്താവ് ശെൽവരാജും കുന്നംകുളം നഗരമധ്യത്തിൽ പൂക്കൾ വിൽക്കാൻ തുടങ്ങിയിട്ട്. നാട്ടുകാരുടെ സ്നേഹവുമാണെന്നാണ് റാണിയുടെ പക്ഷം. TCV ന്യൂസ്, കുന്നംകുളം. KCB വർക്കേഴ്സ് അസോസിയേഷൻ കുടുംബസംഗമം നാരായണപുരത്ത് നടന്നു. കുടുംബസംഗമം CITU കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി EG സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ പ്രസിഡന്റ് ഷാജി അധ്യക്ഷനായിരുന്നു. MR ലാലു, ജേക്കബ്, അജയൻ, സിദ്ദിഖ്, ലൈജു, സുധീഷ് എന്നിവർ സംസാരിച്ചു. കൊരട്ടിക്കര ഒറ്റപ്പിലാവ് റോഡിലെ പാടത്തിന് സമീപത്തെ തോട്ടിൽ കവറിൽ കെട്ടി അറവ് മാലിന്യം തള്ളിയ നിലയിൽ കണ്ടെത്തി. പാടത്തിന് സമീപത്തെ വഴികളിൽ രാത്രിയുടെ മറവിലെത്തി മാലിന്യം നിക്ഷേപിക്കുന്നത് സ്ഥിരമാക്കിയിരിക്കുകയാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. നിരവധി തവണ പഞ്ചായത്ത് അധികൃതരെയും ആരോഗ്യ വിഭാഗത്തെയും വിവരങ്ങൾ അറിയിച്ചുവെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. ദേഹോപദ്രവമേൽപ്പിച്ച് മൊബൈൽ ഫോൺ തട്ടിപ്പറിച്ചു രക്ഷപ്പെട്ട പ്രതിയെ തമിഴ്നാട്ടിൽ നിന്ന് ചാവക്കാട് പോലീസ് പിടികൂടി. കുപ്രസിദ്ധ മോഷ്ടാവായ മല്ലാട് പുതുവീട്ടിൽ കള്ളൻ മനാഫ് എന്നറിയപ്പെടുന്ന മനാഫിനെയാണ് തമിഴ്നാട് ഏർവാടിയിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. ഈ മാസം 1-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. കഴിഞ്ഞ വർഷം പുന്ന ധർമ്മശാസ്ത്ര അയ്യപ്പ ക്ഷേത്രത്തിന്റെ മുൻവശത്തുള്ള ഓഫീസിന്റെ പൂട്ടുപൊളിച്ച് മോഷണം നടത്തിയതും മണത്തല നരിയമ്പുള്ളി കുടുംബക്ഷേത്രത്തിൽ മോഷണം നടത്തിയതും മനാഫാണ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മുല്ലശ്ശേരിയിലെ തകർന്ന റോഡിൽ ശയന പ്രദക്ഷിണം നടത്തി യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. റോഡിൽ ഗതാഗതം തടസ്സപ്പെടുത്തി ശയന പ്രദക്ഷിണം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കി. പൊതുസമ്മേളനം സംസ്ഥാന സെക്രട്ടറി CS സൂരജ് ഉദ്ഘാടനം ചെയ്തു. മണലൂർ മണ്ഡലം പ്രസിഡന്റ് മഹേഷ് കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി PK രാജൻ, മുല്ലശ്ശേരി പഞ്ചായത്ത് അംഗം ക്ലെമൻ ഫ്രാൻസിസ്, ജിൽസ് പാവറട്ടി, ബിനോയ് തൈക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. ഇരുമപ്പടി പഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി ഫലവൃക്ഷ തൈകളുടെ വിതരണം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ അധ്യക്ഷയായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ്, പഞ്ചായത്ത് അംഗങ്ങളായ MK ജോസ്, EK സുരേഷ്, ബബിത, റിജി ജോർജ്, MC ഐജു, റീന വർഗീസ്, കൃഷി ഓഫീസർ AV വിജിത എന്നിവർ സംസാരിച്ചു. വടക്കേക്കൂഞ്ചിറ കോൾപ്പടവിൽ നെൽകൃഷി ഇറക്കുന്നതിന്റെ ഭാഗമായി പടവിലെ വെള്ളം വറ്റിക്കൽ തുടങ്ങി. 310 ഏക്കർ വിസ്തൃതിയുള്ള കോൾപ്പടവിൽ നിറഞ്ഞുകിടക്കുന്ന മഴവെള്ളം 4 വലിയ മോട്ടോർ പമ്പ് സെറ്റുകൾ ഉപയോഗിച്ചാണ് വറ്റിക്കുന്നത്. പടവ് കമ്മിറ്റി പ്രസിഡന്റ് TV ഹരിദാസൻ മോട്ടോർ പമ്പിങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സെക്രട്ടറി ഹരി മഞ്ചറമ്പത്ത്, ബിജോയ് പെരുമാട്ടിൽ, എഞ്ചിൻ ഡ്രൈവർ KV ബെന്നി തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. മോട്ടോർ പുരയിലെത്തി വെള്ളം കുറയുന്നതോടെ കർഷകർ കളകൾ നീക്കും. തുടർന്ന് യന്ത്രസഹായത്തോടെ നിലം പൂട്ടി നിരത്തി ഓണത്തിന് ശേഷം വിത നിർത്തും. ഇത്തവണ ഉമാവിത്ത് ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നത്. തൃശൂരിന്റെ നെല്ലറയിൽ നെൽകർഷകരും കർഷക തൊഴിലാളികളും വീണ്ടും 100 മേനി വിളവെന്ന പ്രതീക്ഷകളോടെ സജീവമാകുകയാണ്. ഇളവള്ളി ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ ഊത്തമത്സ്യ സംരക്ഷണ പദ്ധതിക്ക് തുടക്കമായി. ജൈവ വൈവിധ്യ ബോർഡിന്റെ സഹായത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിക്കായി 2 ലക്ഷം രൂപയാണ് ബോർഡ് പഞ്ചായത്തിന് കൈമാറിയിട്ടുള്ളത്. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നാടൻ മത്സ്യങ്ങളെ പഞ്ചായത്ത് സംഭരിച്ച് പ്രജനനത്തിനായി കുളങ്ങളിൽ നിക്ഷേപിക്കും. പ്രജനനത്തിന് ശേഷം മത്സ്യക്കുഞ്ഞുങ്ങളെ ഉൾച്ചാലുകളിലും കുളങ്ങളിലും പുഴകളിലും ഒഴുക്കിവിടും. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് മെമ്പർ ഡോക്ടർ
JS മിനിമോൾ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷത വഹിച്ചു. ഫിഷറീസ് ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ P. അബ്ദുൾ മജീദ്, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, ബോർഡ് ജില്ലാ കോർഡിനേറ്റർ ഫെബിൻ ഫ്രാൻസിസ്, എളവള്ളി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരസമിതി ചെയർപേഴ്സൺ NB ജയ തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷേത്രവാദ്യ കലാകാരന്മാരുടെ കൂട്ടായ്മയായ കൊടകര മേളകലാ സംഗീത സമിതിയുടെ 15ാമത് വാർഷികവും സുവർണമുദ്ര സമർപ്പണവും ഈ മാസം 17-ാം തീയതി വൈകിട്ട് കൊടകര പൂനിലാർക്കാവ് ക്ഷേത്ര മൈതാനിയിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചലച്ചിത്ര നടൻ ദേവൻ ഉദ്ഘാടനം ചെയ്യും. സമിതിയുടെ ഈ വർഷത്തെ സുവർണമുദ്ര ചെണ്ട കലാകാരൻ ബിജിൽ ആർ മേനോന് സമ്മാനിക്കും. വാർത്താ സമ്മേളനത്തിൽ സമിതി പ്രസിഡന്റ് ഉണ്ണി പൊറാത്ത്, സെക്രട്ടറി കൊടകര ഉണ്ണി, വൈസ് പ്രസിഡന്റ് കണ്ണമ്പത്തൂർ വേണുഗോപാൽ, അംഗം സുരേഷ് തുറവ് തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു ഇടവേള കൂടി. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. തിരികെ വാർത്തകളിലേക്ക്. ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനം ആചരിച്ചു. യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ഷെറിൻ തേർമഠം ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് റാനിഷ് കെ രാമൻ അധ്യക്ഷത വഹിച്ചു. നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് യദു കൃഷ്ണൻ, യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് കിരൺ തോമസ്, KSU ജില്ലാ സെക്രട്ടറി MP വൈഭവ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് തുടങ്ങിയവർ സംസാരിച്ചു. പുത്തൻപിടിക മുറ്റിച്ചൂർ റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. പലതവണ പരാതിപ്പെട്ടതിനെ തുടർന്ന് ജലസേചന വകുപ്പ് ജീവനക്കാർ വന്ന് അറ്റകുറ്റപ്പണി നടത്തിയിട്ടും പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് ആവർത്തിക്കുകയാണെന്നും പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഗുരുവായൂർ നഗരസഭ പ്രാദേശിക തൊഴിൽ മേള സംഘടിപ്പിച്ചു. 74 സ്ഥാപനങ്ങളിലേക്ക് 506 ഉദ്യോഗാർത്ഥികൾ ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയ മേളയിൽ 38 പേരെ തൊഴിൽ അർഹരായി തെരഞ്ഞെടുത്തു. ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന തൊഴിൽമേള നഗരസഭാ ചെയർപേഴ്സൺ M. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരസമിതി അധ്യക്ഷന്മാരായ AM ഷഫീർ, ശൈലജ സുധൻ, AS മനോജ്, ബിന്ദു അജിത് കുമാർ, A. സായിനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. OEC വിഭാഗത്തിനുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഗണക കണിച്ച സമുദായത്തിന് നൽകണമെന്ന് ഗുരുവായൂരിൽ നടന്ന കേരള ഗണക കണിച്ച സഭ സംസ്ഥാന നേതൃകുടുംബ സംഗമം ആവശ്യപ്പെട്ടു. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. കേരള ഗണക കണിച്ച സഭ സംസ്ഥാന പ്രസിഡന്റ് PM പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. ജ്യോതിഷ പണ്ഡിതന്മാരെ ചടങ്ങിൽ ആദരിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി KK സുധാകരൻ, പാലത്ത് രാമചന്ദ്ര പണിക്കർ, K. മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. നേരിട്ട് വന്നിട്ടുണ്ട്, നേരിടേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ഈ തൊഴിൽ മേഖല എന്നാണ് എനിക്ക് അവസരത്തിൽ മറ്റ് ചില പ്രദേശങ്ങളിൽ എന്നുള്ള ആ ഒരു പ്രശ്നത്തിലേക്ക് കൂടി നിങ്ങളുടെ ചർച്ച നീണ്ടുപോയത് അതിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചലനം പദ്ധതിയുടെ ഭാഗമായി ചാലക്കുടി നഗരസഭ കുടുംബശ്രീ CDS വികസന ഉപസമിതി അംഗങ്ങളുടെ സംഗമം സംഘടിപ്പിച്ചു. ടൗൺഹാളിൽ നടന്ന പരിപാടി സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ചെയർപേഴ്സൺ ഷിബു വാലപ്പൻ അധ്യക്ഷനായി. തൃശൂർ ജില്ലാ മിഷൻ ADM ശ്രീ രാധാകൃഷ്ണൻ, സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ നിഷാദ്, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KV പോൾ, പ്രീതി ബാബു, ദീപു ദിനേശ് തുടങ്ങിയവർ സംസാരിച്ചു. പെരുമ്പിലാവ് ആൽത്തറ AML UP സ്കൂളിൽ പുതിയതായി നിർമ്മിക്കുന്ന പാചകപ്പുരയുടെ ശിലാസ്ഥാപനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ TV നൈജു, കടവല്ലൂർ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയകുമാർ പുളയ്ക്കൽ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A. മൊയ്തീൻ, PTA പ്രസിഡന്റ് P. സജീവ് തുടങ്ങിയവർ സംസാരിച്ചു.
അതെല്ലാവരും കൊണ്ടു നടന്നു. ഇങ്ങനെ പല കാരണങ്ങളും ഇതാണെച്ചെങ്കിൽ സൗകര്യം കുറവാണ്. പൊട്ടിപ്പൊളിഞ്ഞ തറയാവും, കുഞ്ഞുങ്ങൾക്ക് കൈ കഴുകാനോ ഭക്ഷണം കഴിക്കാനോ സൗകര്യം ഉണ്ടാവില്ല, ബെഞ്ചും ഡെസ്കും ഇല്ല, ബ്ലാക്ക് ബോർഡ് കുഴിയായി കിടക്കുന്നുണ്ടാവും. ഇങ്ങനെ നാനാതരത്തിലുള്ള പ്രശ്നങ്ങൾ. അപ്പം അങ്ങനെയുള്ള ആ സ്ഥലത്തേക്ക് ഒഴുകി. സർക്കാർ പണം മുടക്കുന്നതിൽ കുറഞ്ഞു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് പൊതുവിദ്യാഭ്യാസം ദുർബലപ്പെട്ടത്. വാഴാനി ഫോറസ്റ്റ് സ്റ്റേഷൻ അകമലയിലേക്ക് മാറ്റാനുള്ള തീരുമാനം വനം കൊള്ളക്കാരെ സംരക്ഷിക്കാനാണെന്ന് DCC ജനറൽ സെക്രട്ടറി NR സതീശൻ ആരോപിച്ചു. തെക്കങ്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച വാഴാനി ഫോറസ്റ്റ് ഓഫീസ് ഉപരോധം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജെയ്സൺ മാത്യു അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ്, O ശ്രീകൃഷ്ണൻ, VG സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. CPM ചന്ദ്രാപ്പിനി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംയോജിത കൃഷിക്ക് തുടക്കമായി. നാട്ടിക ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. CPM ലോക്കൽ സെക്രട്ടറി ഷീന വിശ്വൻ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ TN അജയകുമാർ, MK ഫൽഗുണൻ, TS ശ്രീരാജ്, ഐഷ B മുഹമ്മദ്, രതി സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. താന്യം പഞ്ചായത്തിലെ 14-ാം വാർഡിലെ തകർന്നു കിടക്കുന്ന റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ AR റോഡ് പരിസരത്ത് പ്രതിഷേധ പ്രകടനം നടത്തി. അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് ട്രഷറർ VK പ്രദീപ്, വൈസ് പ്രസിഡന്റ് ആന്റോ തൊറയൻ, കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി MP സജീവ്, കോൺഗ്രസ് നേതാക്കളായ പ്രമോദ് കണിമംഗലത്ത്, പോൾ പുലിക്കോട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വോട്ടർ പട്ടിക ക്രമക്കേടും അംഗനവാടി നിയമനത്തിലെ അഴിമതിയും സ്വജനപക്ഷപാതവും ചൂണ്ടിക്കാട്ടി BJP അമ്പലപ്പാറ പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ നടന്ന ധർണ BJP പാലക്കാട് മേഖലാ പ്രസിഡന്റ് നാരായണൻ ഉദ്ഘാടനം ചെയ്തു. BJP അമ്പലപ്പാറ ഏരിയ പ്രസിഡന്റ് പ്രവീൺ അധ്യക്ഷത വഹിച്ചു. BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ വേണുഗോപാൽ, ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സുമേഷ് ചീരാത്തുടി, മണ്ഡലം സെക്രട്ടറി സുരേഷ് കോണിക്കൽ, സംസ്ഥാന സമിതി അംഗം K ശിവദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ജനങ്ങളാണെന്ന് കരുതിക്കൊണ്ട് വികസന പ്രവർത്തനങ്ങൾ എത്തിക്കണമെന്നാണ്. ഈ വാർഡ് വിഭജനം മുതലുണ്ട്. നമുക്കറിയാം, വാർഡ് വിഭജനത്തിന്റെ പേരിൽ ഇവിടുത്തെ സെക്രട്ടറി അവരുടെ മാനസിക സമ്മർദ്ദം, മണ്ണിനോട് മല്ലടിക്കുന്ന മലയോര കർഷകരുടെയും തൊഴിലാളികളുടെയും. വ്യാപാരി വ്യവസായ ഏകോപന സമിതി പെരിഞ്ഞനം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ദേശീയ വ്യാപാരി ദിനം ആചരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് KK ബാബുരാജ് പതാക ഉയർത്തി. തുടർന്ന് എടമുട്ടം ആൽഫ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന ഡയാലിസിസ് സെന്ററിന് ധനസഹായം ട്രസ്റ്റ് ചെയർമാൻ KM നൂറുദ്ദീന് യൂണിറ്റ് പ്രസിഡന്റ് KK ബാബുരാജൻ കൈമാറി. കൈപ്പമംഗലം നിയോജക മണ്ഡലം ചെയർമാൻ P പവിത്രൻ, വൈസ് പ്രസിഡന്റ് CS നിഷാദ്, ട്രഷറർ KO ആന്റണി, VK സദാനന്ദൻ, KS അബ്ദുൽ ജബ്ബാർ, ഫാത്തിമ ഇബ്രാഹിം, KK വിനയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. യുവനാളം പാവറട്ടിയുടെ ആഭിമുഖ്യത്തിൽ ഫാദർ പോൾ അക്കര മെമ്മോറിയൽ 20ാമത് അഖില കേരള ചിത്രരചനാ മത്സരം നടന്നു. പാവറട്ടി സെന്റ് ജോസഫ് CMI സ്കൂളിൽ നടന്ന അഖില കേരള ചിത്രരചനാ മത്സരം ഫാദർ ജോസഫ് ആലപ്പാട്ട് ഉദ്ഘാടനം ചെയ്തു. യുവനാളം ഡയറക്ടർ ഫാദർ പ്രവീൺ പോൾ അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് GB ഡൊമിനിക്, പ്രോഗ്രാം കൺവീനർ CT ജിജോ എന്നിവർ സംസാരിച്ചു. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായുള്ള നിരവധി വിദ്യാർത്ഥി പ്രതിഭകൾ ചിത്രരചനാ മത്സരത്തിൽ പങ്കെടുത്തു. പെരിങ്ങോട്ടുകര നാലുംകൂടിയ സെന്ററിലെ പൊതുകിണർ കാടുപിടിച്ച് നശിക്കുന്നതായി ആക്ഷേപം. നിരവധി വ്യാപാര സ്ഥാപനങ്ങളും മറ്റും പ്രവർത്തിക്കുന്ന പെരിങ്ങോട്ടുകര നാലുംകൂടിയ സെന്ററിലെ വ്യാപാരികളുടെ ഇതര സംസ്ഥാന തൊഴിലാളികളും ഈ കിണറിലെ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. മാസങ്ങളായി കാടുപിടിച്ചു കിടക്കുന്ന കിണർ വൃത്തിയാക്കുവാൻ നാട്ടുകാരും വ്യാപാരികളും താന്യം പഞ്ചായത്ത് അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നും ആക്ഷേപമുണ്ട്.
ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അംഗമായി KS ബാലഗോപാലിനെ നിയമിച്ച് സർക്കാർ ഉത്തരവിറങ്ങി. തിരുവനന്തപുരം സ്വദേശിയായ ബാലഗോപാൽ കേരള കോൺഗ്രസ് ബി പാർട്ടി പ്രവർത്തകനാണ്. തന്ത്രി ഉരാളൻ, സാമൂതിരിയുടെ പ്രതിനിധി എന്നിങ്ങനെ 3 സ്ഥിരാംഗങ്ങൾ അടക്കം 9 അംഗ ഭരണസമിതിയാണ് ഗുരുവായൂർ ദേവസ്വത്തിലേത്. 2 വർഷമാണ് ഭരണസമിതി അംഗങ്ങളുടെ കാലാവധി. നിലവിൽ 6 അംഗങ്ങളാണ് ഉള്ളത്. ഒഴിഞ്ഞുകിടക്കുന്ന 3 അംഗങ്ങളിൽ ഒരാളുടെ സ്ഥാനത്തേക്കാണ് ബാലഗോപാലനെ സർക്കാർ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത ദിവസം സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. ഭരണസമിതി അംഗമായിരുന്ന BG രവീന്ദ്രന്റെയും സാമൂതിരിയുടെയും സ്ഥാനങ്ങളാണ് ഒഴിഞ്ഞുകിടക്കുന്നത്. ഭരണസമിതി അംഗമായിരുന്ന KR ഗോപിനാഥിന്റെ സ്ഥാനത്തേക്കാണ് ബാലഗോപാലനെ നിയമിച്ചിട്ടുള്ളത്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. പഞ്ചായത്ത് ഭരണത്തിൽ കക്ഷി രാഷ്ട്രീയമില്ലെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ്. വേലൂർ പഞ്ചായത്തിന്റെ പുതിയ ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിച്ച കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ച് AC മൊയ്തീൻ MLA. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ വീണ്ടും പുലിയിറങ്ങി. പുലിയുടെ ആക്രമണത്തിൽ പശുക്കിടാവ് ചത്തു. പേരാമ്പ്രയിൽ വൻ സ്പിരിറ്റ് വേട്ട. മിനി ലോറിയിൽ പച്ചക്കറികളുടെ കൂടെ ഒളിപ്പിച്ചു കടത്തുകയായിരുന്ന 2765 ലിറ്റർ സ്പിരിറ്റ് പോലീസ് പിടികൂടി. ഡ്രൈവർ ആലപ്പുഴ സ്വദേശി സുരാജ് കസ്റ്റഡിയിൽ. കുന്നംകുളത്ത് ചേംബർ ഓഫ് കൊമേഴ്സ് കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നഷ്ടം. തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് എന്ന പ്രാഥമിക നിഗമനം. മാള സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങൾക്കെതിരെ പോലീസ് കേസെടുത്തു. 10 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാറുടെ പരാതിയിലാണ് കേസ്. കുന്നംകുളത്ത് നടന്നുവന്ന തൃശൂർ ജില്ലാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. 152 പോയിന്റുമായി മച്ചാട് സ്പോർട്സ് ഗ്രിഡ് അത്ലറ്റിക്സ് അക്കാദമി ഓവറോൾ ചാമ്പ്യന്മാരായി. തൃശൂർ ആൻഡ്രൂസ് അക്കാദമിക്ക് 2ാം സ്ഥാനം. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം.